ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇതുവരെ FSDLനെ ആശ്രയിച്ചുകൊണ്ടായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മുന്നോട്ട് പോയിരുന്നത് എന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റാവില്ല. കാരണം ISL നഷ്ടത്തിലായിരുന്നു FSDL മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. എന്നിരുന്നാൽ പോലും ഒരു നിശ്ചിത സംഖ്യ FSDLൽ നിന്നും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ലഭിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺട്രാക്റ്റ് അവസാനിച്ചതോടുകൂടി ആ ഒരു വരുമാനം നിലച്ചിട്ടുണ്ട്. ഇതോടുകൂടി വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കൂപ്പുകുത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് 26 കോടി രൂപയോളമാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഇപ്പോൾ നഷ്ടമായി കൊണ്ടുവരുന്നത്. ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ടോപ്പ് ടയർ ലീഗ് അഥവാ ISL സ്വന്തമായിക്കൊണ്ട് നടത്താനുള്ള ഒരു സാമ്പത്തിക ശേഷി അഥവാ ഫണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഇപ്പോൾ ഇല്ല എന്നാണ് മാർക്കസ് മെർഗുലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൊമേഴ്ഷ്യൽ റൈറ്റ്സിൻ്റെ കാര്യത്തിലുള്ള ഡീലുകൾ ഒന്നും തന്നെ ഇപ്പോൾ നടക്കുന്നില്ല. FSDLുമായുള്ള കോൺട്രാക്റ്റ് അവസാനിച്ചതോടുകൂടി വേറെ ആരും തന്നെ ഇത് ഏറ്റെടുക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടില്ല. പുതിയ ഒരു ടെൻഡർ കൂടി വിളിക്കാനുള്ള ഒരുക്കത്തിലാണ് ഫെഡറേഷൻ. പക്ഷേ ഇനി ആരും തന്നെ വരാനുള്ള ഒരു സാധ്യത ഇവിടെയില്ല. ഏതായാലും വലിയ നഷ്ടത്തിലാണ് ഫെഡറേഷൻ ഓടുന്നത്. അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റികൾ അഥവാ അവരുടെ പ്രവർത്തനങ്ങൾ കുറക്കാനുള്ള ഒരുക്കത്തിലാണ്. അതുവഴി ആ ഒരു ചിലവ് കുറക്കാനുള്ള ഒരുക്കത്തിലാണ് ഫെഡറേഷൻ ഉള്ളത് എന്ന കാര്യം കൂടി ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ക്ലബ്ബുകളാവട്ടെ വലിയ ഒരു ക്ലാരിറ്റി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് എല്ലാ ചിലവുകളും ക്ലബ്ബുകളോട് വഹിക്കാനായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞിരുന്നത്. എന്നാൽ അത് തങ്ങൾ വഹിക്കില്ല എന്ന കാര്യം ക്ലബ്ബുകൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ISL നടപ്പിലാക്കുകയാണെങ്കിൽ അഥവാ ഫസ്റ്റ് ഡിവിഷൻ നടപ്പിലാക്കുകയാണെങ്കിൽ അതിൻ്റെ ചിലവുകൾ എല്ലാം നിങ്ങൾ തന്നെ വഹിക്കണമെന്ന് ഇപ്പോൾ ക്ലബ്ബുകൾ ഫെഡറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി വലിയ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഫെഡറേഷൻ ഉള്ളത്. ഫെഡറേഷൻ കുത്തുപാളയെടുക്കുമോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.